മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ വിഷവുമായി നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളുമുണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ വിഷമങ്ങൾ, ബലഹീനതകൾ, ചെറിയ തെറ്റുകൾ എന്നിവ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ മറ്റുള്ളവർ പറയുമ്പോഴാണ് അവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. തൻ്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല. സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ ജ്വാലയും ആളിപ്പടരും. ഭക്തരെ, പരാജിതർ ശക്തരാണ്. എങ്ങനെ അതിജീവിക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം. ദുഷ്ടനായ ഒരാളെയും പാമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ പാമ്പ് ദുഷ്ടനേക്കാൾ നല്ലതാണെന്ന് പറയാം. പാമ്പ് അതിനെ പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമേ കടിക്കുന്നുള്ളൂ. എന്നാൽ ദുഷ്ടൻ ഓരോ കാൽവെപ്പിലും ഉപദ്രവിക്കുന്നു. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. വിഡ്ഢി അതിൻ്റെ അടിമയായി മാറും. 1000 പൊള്ളയായ വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കാണ്. ഭക്തരെ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരിക്കുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല. താരതമ്യങ്ങൾക്കപ്പുറം, സാദൃശ്യങ്ങൾക്കപ്പുറവുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. ഭക്തരെ, ആശ്രയിക്കാൻ ആരുമില്ലാതാകുന്ന നിമിഷത്തിൽ നിന്നുമാണ് മിക്ക വ്യക്തികളും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മഹിമയും മഹത്വവും കഴിവും കരുത്തും തിരിച്ചറിയുന്നത്. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സൂക്ഷിക്കുക. നമ്മുടെ നന്മ കാണാൻ ആരും ഉണ്ടാകില്ല, പക്ഷേ നിങ്ങളുടെ തെറ്റിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. മുൻവിധികളൊന്നുമില്ലാതെ വിജയത്തിലേക്ക് നടന്നു കയറുക. എല്ലാം അറിഞ്ഞവരോ എല്ലാം തികഞ്ഞവരോ ആരുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ അഹങ്കാരമെന്ന കിരീടം ചുമന്നു നടക്കുന്നവരാണ്. ഭക്തരെ, നിങ്ങളെ മറ്റുള്ളവർ അസ്വസ്ഥനാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത്. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നിങ്ങളുടെ ജോലിയല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നവർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളെ തള്ളിപ്പറയുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ വളരെയധികം വേദനിക്കും. എത്രത്തോളം നിങ്ങൾ ആശ്രയിക്കുന്നുവോ അത്രത്തോളം വേദനയുടെ കാഠിന്യവും കൂടും. ഒരു പരിധിവരെ ഓർക്കാതിരിക്കാം എന്നല്ലാതെ ആർക്കും ആരെയും മറക്കാൻ കഴിയില്ല. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടി വരും, പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക്. ഭക്തരെ, പ്രശ്നങ്ങളാണ് ശക്തിയെ രൂപപ്പെടുത്തുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ സ്വയം അടിയറവ് പറയില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് ശക്തി. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.